KSSPA കൊല്ലം ജില്ലാ സമ്മേളനം കുണ്ടറയിൽ നടക്കും. ജനുവരി 5, 6 തീയതികളിലാണ് സമ്മേളനം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം ജനുവരി 5, 6 തീയതികളിൽ കുണ്ടറയിൽ നടക്കും. സർക്കാരിന്റെ പെൻഷൻകാരോടുള്ള അവഗണനയ്ക്കും അവരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുത്ത നടപടികൾക്കുമെതിരെ ശക്തമായ സമരങ്ങൾക്ക് ജില്ലാ സമ്മേളനം രൂപം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇടതുപക്ഷ സർക്കാരിനെതിരെ പെൻഷനേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ 3-4 വർഷമായി നിരന്തരം സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ട്രഷറികൾക്ക് മുമ്പിൽ ധർണ, പിക്കറ്റിങ്, കളക്ടറേറ്റിന് മുമ്പിൽ 2 ദിവസത്തെ സത്യഗ്രഹം, സെക്രട്ടേറിയറ്റ് മാർച്ച്, സെക്രട്ടേറിയറ്റ് പിക്കറ്റിങ്, അങ്ങനെ നിരന്തരം സമര പോരാട്ടങ്ങൾ പെൻഷനേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ 3-4 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു തീരുമാനവും നാളിതുവരെ ഉണ്ടായിട്ടില്ല. നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. കുണ്ടറയിൽ നടക്കുന്ന സമ്മേളനത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ വാര്യത്ത് മോഹൻകുമാർ, ജനറൽ കൺവീനർ N. സോമൻപിള്ള, കൺവീനർ TG വർഗീസ്, സംസ്ഥാന സെക്രട്ടറി KC വരദരാജൻ പിള്ള എന്നിവർ പറഞ്ഞു. 12 വർഷത്തിന് ശേഷമാണ് കുണ്ടറയിൽ KSSPയുടെ ജില്ലാ സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനം വളരെ പ്രൗഢഗംഭീരമായി തന്നെ ഞങ്ങൾ കുണ്ടറക്കാർ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സമ്മേളനം നടത്തുന്നത്. 6 തീയതി രാവിലെ നടക്കുന്ന പ്രകടനം കുണ്ടറ ആശുപത്രിക്ക് മുക്കിൽ നിന്ന് ആരംഭിച്ചു. സമ്മേളന വേദിയായ കമ്മ്യൂണിറ്റി ഹാളിൽ അവസാനിച്ച് പ്രതിസമ്മേളനം ആരംഭിക്കുന്നതാണ്. 12ാം പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണം. ക്ഷാമാശ്വാസ കുടിശ്ശിക നൽകണം. ഞങ്ങളിൽ നിന്ന് കവർന്നെടുത്ത ക്ഷാമാശ്വാസ കുടിശ്ശിക പൂർണ്ണമായും നൽകണം. അതുപോലെ മെഡിസെപ്പ്, സമഗ്ര ആരോഗ്യ ചികിത്സാ പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തുകൊണ്ട് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റായി മെഡിസെപ്പിനെ മാറ്റുകയും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെ ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ ചെയ്ത നിരവധി സമരങ്ങൾ പലപ്പോഴും സർക്കാർ അതിനെ അവഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ശക്തമായി ഈ സർക്കാരിനെതിരെ പോർമുഖങ്ങൾ തുറക്കുവാനാണ് KSSPA തീരുമാനിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.